Dear students, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. ആ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ചെയ്തവരെല്ലാം എനിക്ക് സെൻഡ് ചെയ്യണം. ഞാനത് മാർക്ക് ചെയ്യുന്നതാണ് കൃത്യമായിട്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ CA മാർക്ക് ഇടുക. ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൂടി അറിയിക്കുക. എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? രണ്ട് ആറ്റംസിനെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ആകർഷണ ബലത്തിനെയാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾസ് വേരിയസ് കൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ ഒരു കോമ്പൗണ്ടിലെ ആറ്റങ്ങൾ അല്ലെങ്കിൽ അയോൺസിനെയാണ് നമ്മൾ കൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത്. ടുഗദർ ഇൻ ഡിഫറെൻറ്റ് കെമിക്കൽ സ്പീഷീസ് ഈസ് കോൾഡ് എ കെമിക്കൽ ബോണ്ട്. അതായത് രണ്ട് ആറ്റങ്ങൾ, ഇതൊരു ആറ്റമാണ്, ഇതൊരു വേറെ ഒരു ആറ്റമാണ്. ഈ രണ്ട് ആറ്റത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട്സ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് കോവലൻ്റ് ബോണ്ട്, വേറൊന്ന് അയോണിക് ബോണ്ട്, വേറൊന്ന് കോർഡിനേറ്റ് ബോണ്ട് ആൻഡ് ദ ഫോർത്ത് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള ബോണ്ട്സാണ് കോവലൻ്റ് ബോണ്ട്, അയോണിക് ബോണ്ട് ആൻഡ് കോർഡിനേറ്റ് ബോണ്ട് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് തിയറീസ് ആൻഡ് കൺസെപ്റ്റ് ഹാവ് ബീൻ പുട്ട് ഫോർവേഡ് ഫോർ ടൈം ടു ടൈം. പല തിയറീസ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ്റെ രാസബന്ധനം എന്നാണ് പറയുന്നത്. രാസബന്ധനം നടക്കുന്നതിന് വേണ്ടി തുടക്കത്തിൽ തന്നെ തൊട്ട് പല തിയറീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കൊണ്ടുവന്ന ഒരു തിയറിയാണ് കോസൽ ലൂയിസ് അപ്രോച്ച്. അതിനുശേഷം വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി വന്നു. പിന്നീട് വാലൻസ് ബോണ്ട് തിയറി വന്നു. പിന്നീട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സയൻറ്റിസ്റ്റ് ആദ്യകാലം കോസൽ ലൂയിസ് അപ്രോച്ചാണ് കൊണ്ടുവന്നത്. പിന്നെ VSEPR തിയറി വന്നു. പിന്നെ വാലൻസ് ബോണ്ട് തിയറി വന്നു. അടുത്തതായിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ലാസ്റ്റിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം കോസൽ ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. എന്താണ് കോസൽ ലൂയിസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? അതാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് വാലൻസ് ഷെല്ല് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. അപ്പോൾ ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പിക്ചർഡ് ദി ആറ്റം ഇൻ ടേംസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് കെർണൽ, ദ ന്യൂക്ലിയസ് പ്ലസ് ദ ഇന്നർ ഇലക്ട്രോൺസ് ആൻഡ് ദ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് കുഡ് അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ് and these 8 electrons occupy the corners of a cube which is surrounded the kernel. കെർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനോടടുത്ത് കിടക്കുന്ന ഇലക്ട്രോണുകൾ, ഷെല്ലിലെ ഇലക്ട്രോണുകളെയും കൂടെ ചേർന്ന് പറയുന്ന പേരാണ് കെർണൽ എന്ന് പറയുന്നത്. ഇനി ബാഹ്യതമ ഷെല്ല്, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പ് വരെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് കെർണൽ. ഇതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ല് അല്ലെ വാലൻസ് ഷെല്ലെന്നാണ്. വാലൻസ് ഷെല്ലെന്ന് നമ്മൾ വിളിക്കുന്നു. ബാഹ്യതമ ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് നേടും ഒരാറ്റം വേറൊരാറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ. ആ ആറ്റം ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് നേടിക്കൊണ്ടായിരിക്കും ആ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ 8 ഇലക്ട്രോൺസ് നേടുന്ന ഇതിനൊരു റൂളുണ്ട്. ആ റൂളിന് പറയുന്ന പേരാണ് ഒക്ടറ്റ് റൂൾ. അപ്പോൾ എന്താണ് ഒക്ടറ്റ് റൂള്? വെൻ കെമിക്കൽ കോമ്പിനേഷൻ ടേക്സ് പ്ലേസ് അല്ലെങ്കിൽ വെൻ ദ 2 ആറ്റംസ് കമ്പൈൻ, പിന്നെ എന്താ സംഭവിക്കുക? ദ വാലൻസ് ഷെൽ അറ്റൈൻസ് 8 ഇലക്ട്രോൺസ്. 2 ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വാലൻസ് ഷെല്ല് എത്ര ഇലക്ട്രോണിനെ അറ്റൈൻ ചെയ്യുന്നു? 8 ഇലക്ട്രോൺസിനെ അറ്റൈൻ ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ഹാവിങ് 8 ഇലക്ട്രോൺസ് ഓൺ ദെയർ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം NS2 NP6. എന്ന് പറയുന്നത് ബാഹ്യതമ ഷെല്ലാണ്. എസിൽ 2 ഇലക്ട്രോണും പിയിൽ 6 ഇലക്ട്രോണും കൂടെ വരുമ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ് എന്താണ് ഇലക്ട്രോൺസ് എന്തൊക്കെ ചെയ്യും? ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു ഓർ കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ ആറ്റം. അതായത് ഒരു ആറ്റത്തിന് ബാഹ്യതമ ഷെൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ നേടുന്നതിന് വേണ്ടി എന്താണ് അവിടെ നടക്കുന്നത്? ഒന്നുകിൽ മ്യൂച്വൽ ഷെയറിംഗ് നടക്കും,
അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആറ്റം വേറെ ആറ്റത്തിന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു ആറ്റം 8 ഇലക്ട്രോണിന് നേടുന്നത്. ഇനി ഇതിനു വേണ്ടി ആദ്യം നമ്മൾ പറയുന്നത് ലൂയിസ് സിമ്പലാണ്. ജിയൻ ലൂയിസ് ആൻഡ് അമേരിക്കൻ കെമിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് സിമ്പിൾ നൊട്ടേഷൻസ് ടു റെപ്രസെൻറ്റ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ദീസ് നൊട്ടേഷൻസ് ഇസ് കോൾഡ് ലൂയിസ് സിമ്പിൾസ്. ഇത് മിക്കവാറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് ലൂയിസ് സിമ്പിൾസ്? ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിനെ ഒരു ഡോട്ട് വഴി റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിമ്പിൾ എഴുതിയിട്ട് ഡോട്ട് വഴി വാലൻസ് ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു ഫോമുലയാണ് എന്നു പറയുന്നത് ലൂയിസ് സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്, 1 ഇലക്ട്രോൺ. അപ്പോൾ ഹൈഡ്രജൻ്റെ സിമ്പിൾ എഴുതി ഇലക്ട്രോണിനെ 1 ഡോട്ട് ഇട്ട് റെപ്രസെൻ്റ് ചെയ്തു. അടുത്തത് ഹീലിയം അറ്റോമിക് നമ്പർ 2, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹീലിയത്തിൻ്റെ സിമ്പിൾ എഴുതി 2 ഇലക്ട്രോണിനെ നമ്മൾ കൊടുത്തു. ഇതാണ് എന്തെന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ ലൂയിസ് സിമ്പിൾ. അടുത്തത് തൊട്ടാണ് ഇവിടെ നമ്മളോട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലിത്തിയം അറ്റോമിക് നമ്പർ 3, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s1. ബാഹ്യതമ ഷെൽ ഇതാണ്, 2sലാണ്, 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ലിഥിയത്തിനെ നമ്മൾ സിമ്പിൾ എഴുതി എന്നിട്ട് ഒരു ഡോട്ട് അവിടെ കൊടുക്കുന്നു. അടുത്തത് ബെറിലിയം അറ്റോമിക് നമ്പർ 4 ആണ്. ബെറിലിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 4 ആണ്, 1s2 2s2, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺ. ബെറിലിയത്തിൻ്റെ സിമ്പിൾ എഴുതി 2 ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്തു. ദിസ് ഈസ് ദ ലൂയിസ് ഡോട്ട് സിമ്പിൾ ഫോർ ലിഥിയം. അങ്ങനെ ഓരോന്നിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബൺ ലാസ്റ്റ് വരുമ്പോൾ കാർബൺ നോക്കുക. കാർബൺ അറ്റോമിക് നമ്പർ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 വരും. വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 2sഉം 2pയും കൂടെ ചേരുന്നതാണ്. അപ്പോൾ 4 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോണിനെ നമ്മൾ വരച്ചു. അതേപോലെ നിയോണ്, ഫ്ലൂറിനൊക്കെ വരച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 ആണ്. അപ്പോൾ വാലൻസ് ഷെൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, 2sഉം 2pയുമാണ് അവിടുത്തെ വാലൻസ് ഷെൽ. അപ്പോൾ 2pയിലും 2sലും കൂടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 7 ഇലക്ട്രോണിനെ നമ്മളെങ്ങനെ വരയ്ക്കും, ഫ്ലൂറിൻ വരച്ചു, 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ. അങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 2 ഇലക്ട്രോണിനെ ജോഡികളായിട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ നമ്മൾ ലോൺ പെയർ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നു. ഇനി ഒറ്റയ്ക്കിരിക്കുന്ന ഈ ഇലക്ട്രോണിനെ നമ്മൾ ബോണ്ട് പെയർ ഇലക്ട്രോൺ, അതാണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ലോൺ പെയർ ഇലക്ട്രോണുകൾ ജോഡികളായതുകൊണ്ട് അവ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഇതാണ് ലൂയിസ് ഡോട്ട് സിമ്പിൾ. അടുത്തത് നമുക്ക് കോവലൻ്റ് ബോണ്ട് നോക്കാം. ലാങ്മെയർ 1919 ഈ കോവലൻ്റ് ബോണ്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് കോവലൻ്റ് ബോണ്ട്? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സഹസംയോജക ബന്ധനം എന്ന് പറയും. എ കോവലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിനെ ഈ ഇലക്ട്രോൺസ് ഈസ് കോൾഡ് കോവലൻ്റ് ബോണ്ട്. അപ്പോൾ എന്താണ് കോവലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ, മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, 2 ആറ്റങ്ങൾ മ്യൂച്വലായിട്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ട് 8 ഇലക്ട്രോണുകൾ നേടുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോവലൻ്റ് ബോണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ക്ലോറിനാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുൻപ് നമുക്ക് ഹൈഡ്രജൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ ആറ്റമാണ്. ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് ഹൈഡ്രജൻ്റെ ലൂയിസ് ഡോട്ട് സിമ്പിളിൽ ഒരു ഹൈഡ്രജനെ ഇവിടെ വരച്ചു, അടുത്ത ഹൈഡ്രജനെ പ്ലസ് ഇട്ട് ഇവിടെ വരച്ചു, കണ്ടല്ലോ. ഇനി ഇവർ 2 പേരും ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രോണിനെ കൊടുക്കും, മറ്റേ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തത്. ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ ഒരു ജോഡി ഇലക്ട്രോണുകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ കോവലൻ്റ് ബോണ്ടാണ്. ഇനി നമുക്ക് ക്ലോറിനിലേക്ക് നോക്കാം. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം. എത്രയാണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ? 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p. എത്ര വരും? ഇവിടെ 10, ഇവിടെ 10 12 5 17. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ക്ലോറിന് ചുറ്റും 7 ഇലക്ട്രോൺസിനെ വരയ്ക്കണം. അപ്പം 2 എണ്ണം വീതം ഉള്ള ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രോൺ. ഇതാണ് ഒരു ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത്. ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ദ്വയാറ്റമിക തന്മാത്രകളാണ്, ഡയാറ്റമിക് മോളിക്യൂളാണ്. 2 ക്ലോറിൻ ആറ്റങ്ങൾ കാണാം. വീണ്ടും പ്ലസ് ഇട്ടിട്ട് വേറൊരു ക്ലോറിനെയും കൂടി നമ്മൾ ഇതുപോലെ എഴുതി. ആ ക്ലോറിൻ്റെയും അറ്റോമിക് നമ്പർ 17 തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 ആണ്. അതിൻ്റെ ലൂയിസ് ഡോട്ട് സിമ്പിൾ വരയ്ക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് ഒരു ലൂയിസ് ഡോട്ട് സിമ്പിൾ വരയ്ക്കുന്നത്.
ഇപ്പം ഇതിലിപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ക്ലോറിനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ. അപ്പോൾ ഇവർക്ക് 8 ഇലക്ട്രോൺ നേടണം. ഇവ തമ്മിൽ ബോണ്ട് ഫോർമേഷൻ, ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, കൂടിച്ചേരുന്നു. ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 2 ആറ്റത്തിനും എന്ത് വേണം? 8 ഇലക്ട്രോൺ നേടണം. എങ്ങനെ 8 ഇലക്ട്രോൺ നേടും? ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവന് 8 ഇലക്ട്രോൺ കിട്ടും. ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവന് 8 ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നു? മ്യൂച്വൽ ഷെയറിങ് നടക്കുന്നു. ഒരാൾക്ക് കൊടുക്കുന്നു, മറ്റേ ആൾക്ക് തിരിച്ചും കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മളതിൻ്റെ പടം വരച്ച് ചേർക്കുന്നത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 2, 4, 6, 7, 8 ഇലക്ട്രോൺ. അപ്പോൾ ആദ്യത്തെ ക്ലോറിൻ എത്ര ഇലക്ട്രോണിനെ നേടി? 8 ഇലക്ട്രോണിനെ നേടി. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്ലോറിൻ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെയും എത്ര ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു? നേടി? 8 ഇലക്ട്രോൺ നേടി. അങ്ങനെ ഏത് ഇലക്ട്രോണുകളെയാണ് അവർ ഷെയർ ചെയ്ത്? ഈ ഇലക്ട്രോണിനെയും ഷെയർ ചെയ്ത് ആ 2 ഇലക്ട്രോണുകൾ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. ആ ബോണ്ടാണ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതാണ് ഈ ഫിഗറിനകത്തിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ 7 ഇലക്ട്രോൺ, ഇവിടെയും 7 ഇലക്ട്രോൺ. ഇവിടെ ഈ ഓരോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് രണ്ടിടത്തും 8 ഇലക്ട്രോൺ നേടി. ഇവിടെയാണ് കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. Cl എന്ന് പറയുന്ന കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? കോവലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 ആറ്റംസ്. ഓക്കെ, ഇവിടെ സിംഗിൾ ഇലക്ട്രോൺ, അതായത് ഒരു ജോഡി ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തത് കൊണ്ട് ഇവിടെ എന്താണ് ഫോം ചെയ്തിരിക്കുന്നത്? ഒരു സിംഗിൾ കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ എന്താണ് സിംഗിൾ കോവലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? when two atoms share one pair of electrons between the two atoms, thus form എന്താണ്? a single covalent bond. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, വാട്ടർ ഫോം ചെയ്തിരിക്കുന്ന കേസ് നോക്കിക്കേ. ഹൈഡ്രജൻ. എങ്ങനെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്? ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. എങ്ങനെ നമ്മൾ എഴുതും? 1s2 2s2 2p4. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. 2, 4, 5, 6. ഇനി അടുത്ത ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1. അപ്പോൾ എങ്ങനെയാണ് ഷെയർ ചെയ്തത്? ഇങ്ങനെ ഷെയർ ചെയ്തു, ഇവിടെ ഷെയർ ചെയ്തു. ഓക്സിജൻ എന്ത് ചെയ്തു? ഓക്സിജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഓക്സിജൻ എത്ര ഇലക്ട്രോണിനെ വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ? 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺസ് ആരൊക്കെ കൊടുക്കും? 2 സൈഡിലും ഇരിക്കുന്ന ഹൈഡ്രജനുകൾ ഓരോ ഇലക്ട്രോണുകളെ കൊടുക്കുമ്പോൾ ഓക്സിജൻ എന്ത് സംഭവിക്കും? ഒക്ടറ്റ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ 2 ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തു, ഇവിടെയും ഓരോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തു. ഇവിടെ ഒരു കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ ഒരു ജോഡി ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തതുകൊണ്ട് അവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്തു? സിംഗിൾ കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ തന്നെ CCl4, ഇതിൻ്റെ പേരാണ് CCl4. CCl4ലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരച്ച് നോക്കുക, വരച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തത് ഡബിൾ കോവലൻ്റ് ബോണ്ട്. ഡബിൾ കോവലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഷെയറിങ് 2 pair of electrons between the atoms. അവിടെ എത്ര ജോഡി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യണം? 2 ജോഡി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യണം. അതിന് എക്സാമ്പിളാണ് CO2 മോളിക്യൂളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത്. CO2 മോളിക്യൂളിൽ ഒരു കാർബൺ നടുക്കൊണ്ട് 2 ഓക്സിജൻ 2 സൈഡിലും. നമുക്കറിയാം ഓക്സിജൻ്റെ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ്. കാർബണിൻ്റെ വാലൻസി എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു? 4 ആണ്. അടുത്ത ഓക്സിജൻ്റെ വാലൻസിയും എത്ര തന്നെയാണ്? 6 തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഓക്സിജന് 6 ഇലക്ട്രോൺ, ഈ അറ്റത്തിരിക്കുന്ന ഓക്സിജനും 6 ഇലക്ട്രോൺ. 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ആര് കൊടുത്താൽ മതി? കാർബൺ ഈ രണ്ട് ഇലക്ട്രോണിനെ ഇവിടെ കൊടുത്താൽ മതി. ഇവിടുത്തെ ഓക്സിജന് 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇങ്ങോട്ടേക്ക് 2 ഇലക്ട്രോണിനെ കൊടുക്കണം. അപ്പോൾ അത് ക്ലിയറായി. ഇനി ഒരു കാർബണിന് എത്രയാണ് ഇലക്ട്രോൺ? 4 ഇലക്ട്രോൺസ് ആണ് കാർബണിനുള്ളത്. ഇനി കാർബണിന് 4 ഇലക്ട്രോണിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. ആരാണ് ഈ 4 ഇലക്ട്രോണിനെ കൊടുക്കുന്നത്?
2 ഇലക്ട്രോണുകൾ ഈ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ കൊടുക്കും, ഈ ഓക്സിജൻ 2. അപ്പോൾ എങ്ങനെയാവും കാർബണിൻ്റെത്? ദാ ഇങ്ങനെ നമ്മൾ വരച്ചു, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 2 2 2 4, ഇവിടെ 6, ഇവിടെ 8, കണ്ടല്ലോ. ഇവിടെ ഓരോ ആറ്റവും 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തതിനാൽ ഇവിടെ ഉണ്ടാകുന്ന കോവലൻ്റ് ബോണ്ട് ഏതാണ്? ഡബിൾ കോവലൻ്റ് ബോണ്ട്. താഴെ എഥീൻ മോളിക്യൂളിൻ്റെ കൊടുത്തിട്ടുണ്ട്, C2H4 മോളിക്യൂളിൻ്റെ കൊടുത്തിട്ടുണ്ട്. താഴെ എഥീൻ മോളിക്യൂളിൻ്റെ കൊടുത്തിട്ടുണ്ട്. എഥീൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തത് ട്രിപ്പിൾ കോവലൻ്റ് ബോണ്ടാണ്. എന്താണ് ഹൗ ഈസ് ട്രിപ്പിൾ കോവലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ്? ട്രിപ്പിൾ കോവലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ 2 ആറ്റംസ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിളായിട്ട് ഏതിനെയാണ് കൊടുത്തിരിക്കുന്നത്? നൈട്രജൻ മോളിക്യൂളിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 7 ആകുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p3. അപ്പോൾ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? 5 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നൈട്രജനെ വരച്ചു. നൈട്രജന് ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 3 ഇലക്ട്രോൺസ്. ഓക്കെ. അടുത്ത നൈട്രജനും ഇതേപോലെ തന്നെ വാലൻസി 5 ആണ്. അപ്പോൾ നമ്മൾ 3 ഇലക്ട്രോൺസിനെ വരച്ചു. ഇവിടെ 5 ഇലക്ട്രോൺ, ഇവിടെയും 5 ഇലക്ട്രോൺ. ഓരോ നൈട്രജനും എത്ര ഇലക്ട്രോണുകളെ വേണം? 3 ഇലക്ട്രോണിനെയും കൂടെ വേണം ഒക്ടറ്റ് കംപ്ലീറ്റ്. അപ്പോൾ ഈ നൈട്രജന് 3 ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടി ഈ 3 ഇലക്ട്രോണുകളെ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്തു. ഈ നൈട്രജന് 3 ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത നൈട്രജൻ 3 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തു, പങ്കുവെച്ചു. ഷെയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? പങ്കുവെച്ചു. അപ്പോൾ എത്ര ജോഡി ഇലക്ട്രോണുകളെ ഇവിടെ പങ്കുവെച്ചു? 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ പങ്കുവെച്ചതുകൊണ്ട് ആ ഓരോ ജോഡിയിലും ഓരോ ബോണ്ട് വന്നു. അപ്പോൾ അവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്തു? ട്രിപ്പിൾ കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ തന്നെയാണ് ഈഥൈൻ മോളിക്യൂൾ. C2H2 എന്ന് പറയുന്ന ഈഥൈൻ മോളിക്യൂളാണ്. C2H2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് C2H2 വരുന്നത്? കാർബൺ കാർബൺ ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ. നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 6 ആണ്. കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മൾ 3 ഇലക്ട്രോണിനെ ഇവിടെ വരച്ചു, 4ാമത്തെ ഇലക്ട്രോണിനെ ഇവിടെ വരച്ചു. ഹൈഡ്രജൻ്റെ എത്രയാണ്? 1 ആണ്. തൊട്ടടുത്ത കാർബണിനും ഇതേപോലെ എത്രയാണ് വാലൻസി? 4 ആണ്. 4 നമ്മൾ വരച്ചല്ലോ. ഈ ഹൈഡ്രജൻ എത്രയാണ് വാലൻസി? ഇനി ഈ ഹൈഡ്രജൻ ഈ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. അതായത് ഹൈഡ്രജൻ എപ്പോഴും 8 ഇലക്ട്രോൺ അല്ല നേടുന്നത്, തൊട്ടടുത്ത നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൻഡ് ചെയ്തു. ഹീലിയത്തിൻ്റെ 2 എന്ന് പറയുന്ന ഇലക്ട്രോൺ കിട്ടി. ഈ ഹൈഡ്രജനും എന്ത് കിട്ടി? 2 ഇലക്ട്രോൺസിനെ കിട്ടി. ഇനി കാർബണിൻ്റെ കേസ് നോക്കിക്കേ. ഈ ഒരു കാർബണിന് 4 ഇലക്ട്രോൺ. ഇനി എത്ര ഇലക്ട്രോണിനെ കൂടെ വേണം? 4 ഇലക്ട്രോൺ. അപ്പോൾ അത് ഏത് കൊടുക്കും? ഈ കാർബണിന് 4 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ ഹൈഡ്രജൻ ഒരെണ്ണത്തിനെ കൊടുത്തു, തൊട്ടടുത്ത കാർബണും ഓരോ ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോൾ അതാ ഇങ്ങനെയാണ് പടം വരുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ തൊട്ടടുത്ത കാർബണിനെ നോക്കിക്കേ. 4 ഇലക്ട്രോൺ ഉണ്ട്. 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ കൊടുക്കും, മറ്റ് 3 ഇലക്ട്രോണുകൾ തൊട്ടടുത്ത കാർബൺ കൊടുക്കും. അപ്പോൾ അതാ ഇങ്ങനെ വരും ബോണ്ട് വരുന്നത്. അപ്പോൾ അതാ ഇവിടെയാണ് ഷെയറിങ് നടന്ന് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി? ട്രിപ്പിൾ കോവലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ്. ഇത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഇത്രയും നോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.